കോട്ടയം തീക്കോയിൽ നിന്നും പിടിയിലായ നവജാത ശിശുക്കടത്ത് സംഘത്തിന് അന്തർ സംസ്ഥാന മാഫിയ ബന്ധമെന്ന് സംശയം. അയൽ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. കേസിൽ അറസ്റ്റിലായ ഇടനിലക്കാരിയുടെ പശ്ചാത്തലവും ദുരൂഹമാണ്. അറസ്റ്റിലായ 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അറസ്റ്റിലായ പ്രതികൾ തമ്മിലും പ്രതികളും ഇടപാടുകാരും തമ്മിലുള്ള ഡിജിറ്റൽ ആശയവിനിമയങ്ങൾ കേന്ദ്രീകരിച്ച് പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് നീക്കം. അസം സ്വദേശിയായ പരാതിക്കാരിയുമായി പ്രതികൾ നടത്തിയ വാട്സാപ്പ് ചാറ്റ് പുറത്തു വന്നിരുന്നു. 2 ലക്ഷം രൂപ തരാമെന്ന് പ്രതികൾ യുവതിയോട് പറയുന്നതും സ്കാൻ റിപ്പോർട്ട് രേഖകൾ ആവശ്യപ്പെടുന്നതും വാട്സാപ്പ് ചാറ്റിലുണ്ട്. വിവാഹേതര ബന്ധങ്ങളിൽ നിന്നുള്ള കുട്ടികളെയും ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചവരുടെ കുട്ടികളെയുമാണ് സംഘം വിൽപ്പന നടത്താൻ ശ്രമിച്ചിരുന്നത് എന്നാണ് പ്രാഥമിക സൂചന. മാഫിയ ശൃംഖലയിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെട്ട കൂടുതൽ പേരുണ്ടോ എന്നും റാക്കറ്റിന്റെ പ്രധാന കണ്ണികൾ എവിടെയെന്നുമാണ് അന്വേഷണം. നേരത്തെ തൊടുപുഴയിൽ നവജാത ശിശുവിനെ വിൽപ്പന നടത്തിയെന്നതാണ് പ്രതികളുടെ നിർണായക വെളിപ്പെടുത്തൽ പോലീസിന് ലഭിച്ചത്. ഫെബ്രുവരി 22-നാണ് പ്രസവത്തിനായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ അസം സ്വദേശിയായ യുവതിയെ പ്രവേശിപ്പിച്ചത്. കുട്ടിയെ വാങ്ങാൻ പണം മുടക്കിയ യുവതിയുടെ പേരിലാണ് ഇവർ അഡ്മിറ്റ് ആയത് എന്നാണ് വിവരം. ഇവർക്കൊപ്പമുണ്ടായിരുന്ന സംഘത്തിൽ കേസിൽ അറസ്റ്റിലായ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി മുകുപ്പിലരാജിയും ഉണ്ടായിരുന്നു. കേസിൽ ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്ത പ്രധാന ഇടനിലക്കാരി അനീന തസ്നിയുടെ പശ്ചാത്തലം സംബന്ധിച്ചും ദുരൂഹതയുണ്ട്. തന്നെ ആസാമിൽ നിന്നെത്തിച്ച് പ്രസവത്തിന് ശേഷം കുട്ടിയെ വിൽക്കാൻ പ്രേരിപ്പിച്ചു എന്നും തടവിൽ പാർപ്പിച്ചു എന്നും ആരോപിച്ച് അസം സ്വദേശി കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കേസിൽ അന്വേഷണം തുടങ്ങിയത്. തമിഴ്നാട് സ്വദേശി മൂപ്പിൽ രാജ, വാഗമൺ സ്വദേശി അർജുൻ, കൊല്ലം സ്വദേശിനി അനീന തസ്നി എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. ജനം, കോട്ടയം.